ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കയ്യൂർ സമരത്തെക്കുറിച്ചാണ്. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ചീമേനി ഗ്രാമപഞ്ചായത്തിലാണ് കയ്യൂർ ഗ്രാമം. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്ക്, ഗ്രാമപഞ്ചായത്ത് ചീമേനി ഗ്രാമപഞ്ചായത്ത്. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. 1941 മാർച്ച് 28. ബ്രിട്ടീഷുകാർ ചുമത്തിയ അധിക നികുതി ഒഴിവാക്കുവാൻ വേണ്ടി കർഷകർ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണിത്. ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരം, അതായത് കയ്യൂരിലെ നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടെ ഒരുപാട് നികുതികൾ ചുമത്തിയിരുന്നു. ഇത് കർഷകർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അതിനാൽ കർഷകർ സംഘടിക്കുകയും ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കയ്യൂർ സമരമായി കലാശിക്കുന്നത്. കയ്യൂർ സമരത്തിലെ സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടിയ പോലീസുകാരൻ സുബ്ബരായർ. കയ്യൂർ സമരത്തിലെ സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടിയ പോലീസുകാരനാണ് സുബ്ബരായർ. ഇദ്ദേഹം ബ്രിട്ടീഷുകാർ പറയുന്നത് കേൾക്കുന്ന പോലീസുകാരനായിരുന്നു. അപ്പം ഇദ്ദേഹം കയ്യൂരിലെ ക്രൂരനായ ഒരു പോലീസുകാരനായിരുന്നു. അങ്ങനെ സമരം ജാഥ നടക്കുന്ന സമയത്ത്, അതായത് കയ്യൂരിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്ന സമയത്ത് ഈ പോലീസുകാരനെ കയ്യൂർ സമരക്കാർ കാണുകയും അങ്ങനെ സമര അനുകൂലികൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൊടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സമരത്തിൻ്റെ മുന്നിലായിട്ട് നടക്കാൻ ആവശ്യപ്പെട്ടു. ഒരു രക്ഷയുമില്ലാതെ സുബ്ബരായർ ഈ കൊടിയും പിടിച്ച് സമരത്തിന് മുന്നിലൂടെ നടന്നു, അതായത് പ്രതിഷേധ മാർച്ചിന് മുന്നിലൂടെ നടന്നു. കയ്യൂരിലെ ക്രൂരനായ പോലീസുകാരനായിരുന്നു സുബ്ബരായർ. ബ്രിട്ടീഷുകാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹത്തെ ജനങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ കൊടിയും പിടിച്ച് സമരത്തിന് മുന്നിലൂടെ നടക്കുമ്പോൾ ഇദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കാര്യങ്കോട് പുഴയിലേക്ക് ഇദ്ദേഹം എടുത്തു ചാടിയ സമയത്ത് യൂണിഫോമിലായതുകൊണ്ട് ഇദ്ദേഹത്തിന് നീന്താൻ സാധിച്ചില്ല. സമരാനുകൂലികളുടെ കല്ലേറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഇദ്ദേഹം കാര്യങ്കോട് പുഴയിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ മടത്തിലപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോഴിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ മടത്തിലപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോഴിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഇവർ സമരാനുകൂലികളായിരുന്നു, സമരത്തിൽ പങ്കെടുത്തവരായിരുന്നു. ഇവർ 4 പേർ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട പ്രമുഖ നേതാക്കളാണ് ഈ 4 പേരും. ആരൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. മടത്തിലപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോഴിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഇവരെ തൂക്കിലേറ്റിയ വർഷം 1943 മാർച്ച് 29. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29. തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29. പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ച കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട നേതാവാണ് ചുരുക്കാടൻ കൃഷ്ണൻ നായർ. പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ച കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട നേതാവാണ് ചുരുക്കാടൻ കൃഷ്ണൻ നായർ. അതായത് ഇദ്ദേഹത്തിന് പ്രായപൂർത്തിയായില്ലായിരുന്നു. അപ്പം മറ്റു 4 പേരോടൊപ്പം തൂക്കിലേറ്റിയില്ല. ഇദ്ദേഹത്തെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി E.K. നായനാർ.
EK നായനാർ. ഇദ്ദേഹം ഒളിവിൽ പോയതിനാൽ പിടിക്കപ്പെട്ടില്ല. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി EK നായനാർ. EK നായനാർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. നിരഞ്ജന. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. നിരഞ്ജന. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതി കയ്യൂരും കരിവെള്ളൂരും. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതി കയ്യൂരും കരിവെള്ളൂരും. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരം ആസ്പദമാക്കി VV കുഞ്ഞമ്പു രചിച്ച കൃതി കയ്യൂർ സമര ചരിത്രം. കയ്യൂർ സമരം ആസ്പദമാക്കി VV കുഞ്ഞമ്പു രചിച്ച കൃതി കയ്യൂർ സമര ചരിത്രം. കയ്യൂർ സമരത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ച വർഷം 2016. കയ്യൂർ സമരത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ച വർഷം 2016. ശ്രദ്ധിക്കണം, കയ്യൂർ സമര ചരിത്രം രചിച്ചത് എന്ന കൃതി രചിച്ചത് VV കുഞ്ഞമ്പുവാണ്. കയ്യൂരും കരിവെള്ളൂരും എന്ന ഗ്രന്ഥം രചിച്ചത് AV കുഞ്ഞമ്പുവാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. കയ്യൂർ സമരം നടന്ന നദീതീരം കാര്യങ്കോട് നദി. കയ്യൂർ സമരം നടന്ന നദീതീരം കാര്യങ്കോട് നദി. ഈ നദി അറിയപ്പെടുന്ന പേര് തേജസ്വിനി നദി എന്നാണ്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് നദി. തേജസ്വിനി എന്ന് കാര്യങ്കോട് നദിയെ വിശേഷിപ്പിച്ചത് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനയാണ്. തേജസ്വിനി എന്ന് കാര്യങ്കോട് നദിയെ വിശേഷിപ്പിച്ചത് കന്നഡ സാഹിത്യകാരനായ തേജസ്വിനിയാണ്. കയ്യൂർ സമരത്തെ തുടർന്ന് പോലീസിൻ്റെ പിടിയിലായവർ 61. കയ്യൂർ സമരത്തെ തുടർന്ന് പോലീസിൻ്റെ പിടിയിലായവർ 61 പേർ. ഇത്രയുമാണ് നമുക്ക് കയ്യൂർ സമരത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.